ലീനിയർ ഇന്നീക്വാലിറ്റീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ച സിസ്റ്റം ഓഫ് ലീനിയർ ഇന്നീക്വാലിറ്റീസ് ഗ്രാഫിക്കൽ സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ പഠിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സോൾവ് ദി സിസ്റ്റം ഓഫ് ഇന്നീക്വാലിറ്റീസ് ഗ്രാഫിക്കലി 5x + 4y ≤ 40, x ≥ 2, y ≥ 3. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ഗ്രാഫ് വരക്കാൻ വേണ്ടുന്ന പോയിൻറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കണം. അതിൽ ആദ്യത്തെ ഗ്രാഫ് 5x + 4y = 40യുടെ ഗ്രാഫാണ്. അപ്പോൾ അതിനു വേണ്ടി പോയിൻറ്റ്സ് തയ്യാറാക്കണം. 5x + 4y = 40, അതുപോലെ x ≥ 2, പിന്നെ y ≥ 3. അപ്പോൾ ഈ മൂന്ന് ഗ്രാഫുകൾ വരക്കേണ്ട. ഈ മൂന്ന് ഗ്രാഫുകൾ വരക്കാനുള്ള ഒരേ ആക്സിസിലാണ് ഈ മൂന്ന് ഗ്രാഫുകളും വരക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിംഗിളായിട്ടൊരു ഇന്നീക്വാലിറ്റി സോൾവ് ചെയ്യുമ്പോൾ ആ ഒരൊറ്റ ഗ്രാഫ് മാത്രമേ നമ്മളൊരു ആക്സിസിൽ വരക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ സിസ്റ്റം ഓഫ് ഇന്നീക്വാലിറ്റി സോൾവ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിലുള്ള എത്ര ഇന്നീക്വാലിറ്റീസ് ഉണ്ടോ അത് എല്ലാത്തിൻ്റെയും ഗ്രാഫ് നമ്മൾ ഒരൊറ്റ ആക്സിസിലാണ് വരക്കേണ്ടത്. അപ്പോൾ ഈ മൂന്ന് ഗ്രാഫുകളുടെയും പോയിൻറ്റ്സ് നമ്മൾ ഒരൊറ്റ ആക്സിസിലാണ് പ്ലോട്ട് ചെയ്തിട്ട് വരക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് തയ്യാറാക്കാം. ആദ്യത്തെ ഗ്രാഫിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. 5x + 4y = 40. അപ്പോൾ അവിടെ നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 10 കിട്ടുന്നു, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 8 കിട്ടുന്നു. അപ്പോൾ ആ പോയിൻ്റ് പ്ലോട്ട് ചെയ്യുന്നു. 8 0 ആൻഡ് 0 10. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മളൊരു ലൈന് വരക്കും. അതായത് 0 10ഉം 8 0ഉം ചേർത്തുകൊണ്ടൊരു ലൈന് വരക്കുന്നു. ഇനി രണ്ടാമത്തെ ഗ്രാഫിന് വേണ്ടുന്ന പോയിൻറ്റ്സ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എക്സിന് 2, അത് ശ്രദ്ധിക്കേണ്ടത്, x = 2 എന്നാണ് നമുക്കതിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം x എപ്പോഴും 2 ആണ്. വൈക്ക് ഏത് വില വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ വൈക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വാല്യൂസ് നമ്മുടെ ഈ ആക്സിസിന് കറക്റ്റായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് വാല്യൂസ് അവിടെ കൊടുത്താൽ മതി. 0 1. അപ്പോൾ അവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ വൈക്ക് 0, എക്സിന് 2 വീണ്ടും കൊടുക്കുന്നു, വൈക്ക് 1. വൈ മാത്രമേ മാറുന്നുള്ളൂ, എക്സ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സിന് എപ്പോഴും നമുക്ക് 2 തന്നെ കൊടുക്കാം, വൈക്ക് മാറ്റി കൊടുക്കാം. ഏത് വില വേണമെങ്കിലും വൈക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ പ്ലോട്ട് ചെയ്യുന്നു. ടു 0 2 1 വേണമെങ്കിൽ ഇവിടെ പ്ലോട്ട് ചെയ്യാം. ഞാനിവിടെ 2 1 ആകുമ്പോൾ വളരെ അടുത്തടുത്തുള്ള രണ്ട് പോയിൻറ്റ്സ് ആയതുകൊണ്ട് വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ 1നെ ഒന്ന് മാറ്റി 3 ആക്കുന്നു. 1നെ മാറ്റിയിട്ടൊന്ന് 3 ആക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് 3 എന്ന് കൊടുക്കാം. 1ൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കൊടുക്കാം. 1ന് പകരം നമുക്ക് 3 കൊടുക്കാം. അത് പ്ലോട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ 3 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അവിടെ പോയിൻ്റ് പ്ലോട്ട് ചെയ്തത് 2 3 എന്നുള്ള പോയിൻ്റ് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 2 3 പോയിൻ്റ് പ്ലോട്ട് ചെയ്യുന്നു. ഇനി 2ഉം 3ഉം കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈന് വരക്കണം. രണ്ടാമത്തെ ഗ്രാഫ് x = 2 ആണ്. അപ്പോൾ x = 2 നമുക്ക് ഗ്രാഫിൽ വരക്കണമെങ്കിൽ 2 പോയിൻ്റ് വേണം. നേരത്തെയുള്ള ഇക്വേഷനിൽ നിന്ന് വ്യത്യസ്തമാണ് x = 2. അതിൽ നമുക്ക് y ഇല്ല. അപ്പോൾ ചെയ്യേണ്ടത് എക്സിൻ്റെ വാല്യൂ 2 തന്നെ എഴുതുക. ഏത് വൈക്കും എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ x = 2 എന്ന് എഴുതുമ്പോൾ വൈക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത് 0 ആണ്, പിന്നെ രണ്ടാമത് കൊടുത്തത് 3 ആണ്. അപ്പോൾ എക്സ് എപ്പോഴും 2 തന്നെയായിരിക്കും. അപ്പോൾ 2 0 2 3. അപ്പോൾ എക്സ് എല്ലായ്പ്പോഴും 2ഉം വൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് രണ്ട് വാല്യൂ കൊടുക്കാം. ഇവിടെ ഞാൻ 0ഉം 3ഉം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ രണ്ട് പോയിൻ്റ് ഇതിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ 2 0, അതായത് എക്സ് 2 ആകുമ്പോൾ y 0, അതായത് ഈ പോയിൻ്റ് എക്സ് ആക്സിലുള്ള ഈ പോയിൻ്റാണ് 2 0. രണ്ടാമത്തെ പോയിൻ്റ് 2 3 ആണ്. 2 3 എന്ന് പറയുമ്പോൾ എക്സ് 2 ആണ്, y 3 ആണ്. അപ്പോൾ രണ്ട് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു, 2 3 ആൻഡ് 2 0. ഇത് യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ലൈന് വരക്കാം. അപ്പോൾ അടുത്ത ലൈന് 2 3ഉം 2 0ഉം യോജിപ്പിച്ചുകൊണ്ടുള്ള ലൈനാണ്. അതായത് അത് y ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. y ആക്സിന് പാരലൽ ആയിട്ട് നമുക്ക് വരക്കാം.
വൈ ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരക്കുന്നു. 2 3യിലൂടെയും 2 0യിലൂടെയും പോകുന്ന ലൈൻ. ഇനി മൂന്നാമതൊരു ലൈന് കൂടി വേണം. അതിന് നമുക്ക് പോയിൻറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കാം. അത് y = 3 ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പോയിൻറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഇതിൽ മൂന്നാമത്തെ ഗ്രാഫ് y = 3 ആണ്. അപ്പോൾ അതിന് നമ്മൾ y = 3 നേരത്തെ നമ്മൾ x = 2 വരച്ചതുപോലെ തന്നെ y ഈസ് ഓൾവേസ് 3. ദഫോ വി ക്യാൻ ഗിവ് എനി വാല്യൂ ഫോർ x. ദഫോ x 0 4 എന്നുള്ള 2 വാല്യൂ കൊടുക്കുന്നു. വൈക്ക് നമ്മൾ 3 3 തന്നെ വാല്യൂ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ വൈക്ക് 3 3 എന്ന് കൊടുക്കുന്നു, എക്സിന് 0 4 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? 0 3യും 4 3യുമാണ്. 0 3 എന്ന് പറയുന്ന പോയിൻ്റ് വൈ ആക്സിൽ കാണുന്ന പോയിൻ്റാണ്. 0 3 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. അതുപോലെ 4 3 എന്ന് പറയുന്ന പോയിൻ്റ് എക്സിന് 4ഉം വൈക്ക് 3യും കിട്ടുന്ന പോയിൻ്റാണ്. എക്സിന് 4ഉം വൈക്ക് 3യും കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ പോയിൻ്റ് 4ന് നേരെ, അതായത് ഇതാണ് ആ പോയിൻ്റ് വരിക. പിന്നെ 0 3 എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇതാണ് ആ പോയിൻ്റ്. ഇനി 0 3യിലും 4 3യിലും കൂടിയുള്ള ഒരു ലൈന് വരക്കുന്നു. 0 3ക്കും 4 3ക്കും ഒരു ലൈന് വരക്കുമ്പോൾ 0 3യിലും 4 3യിലും കൂടിയ ഒരു ലൈന് നമ്മൾ വരക്കുന്നു. അപ്പം മൂന്നാമത്തെ ഗ്രാഫ് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ഗ്രാഫ്. അപ്പോൾ ഈ 3 ഗ്രാഫും വരച്ചതിന് ശേഷം നമുക്ക് ഓരോ ഗ്രാഫിൻ്റെയും ഇനീക്വാലിറ്റി വരുന്നത് ഏത് ഭാഗത്താണ്, ഏത് ഹാഫ് പ്ലെയിനിലാണെന്ന് തീരുമാനിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു ഇനീക്വാലിറ്റി നോക്കാം. ഒന്നാമത്തെ ഇനീക്വാലിറ്റി 4x + 5x + 4y <= 40 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഹാഫ് പ്ലെയിനിൽ ഒറിജിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറിജിൻ ഇതിൽ കൊടുത്തു നോക്കുമ്പോൾ 5 × 0 0 + 4 × 0 0 <= 40. അപ്പോൾ ഈ വാല്യൂ 0 <= 40 എന്നുള്ളത് കറക്റ്റാണ്. ആ ഇനീക്വാലിറ്റി കറക്റ്റാണ്. അപ്പോൾ ഏത് സൈഡിലായിരിക്കും ഇതിൻ്റെ ഷെയ്ഡ് വരിക? അതിൻ്റെ ഷെയ്ഡ് വരുന്നത് 0 വരുന്ന ഭാഗത്തായിരിക്കും അതിൻ്റെ ഷെയ്ഡ് വരിക. അപ്പോൾ നമ്മളത് ഈ ഇനീക്വാലിറ്റിയിലൊന്ന് മാർക്ക് ചെയ്യാം. 0 വരുന്ന സൈഡ്, അതായത് 0യുടെ സൈഡ് എന്ന് പറയുമ്പം ഒറിജിനുള്ള ഭാഗം. അപ്പോൾ ഒന്നാമത്തെ ഇനീക്വാലിറ്റി ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്തായിരിക്കും നമുക്ക് ഷെയ്ഡ് വരേണ്ടത്. ഇനി നമുക്ക് ആ ലൈനിൻ്റെ താഴത്തെ ഹാഫ് പ്ലെയിൻ അല്ലേ, ലോവർ ഹാഫ് പ്ലെയിനിലാണ് നമുക്കതിൻ്റെ ഷെയ്ഡ് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ x = 2 എന്ന് പറയുന്ന ലൈന്, x = 2 എന്ന് പറയുന്ന ലൈന് ഈ ലൈനാണ്, വെർട്ടിക്കൽ ലൈനാണ് x = 2. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്ത്, ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ആണോ റൈറ്റ് ഹാഫ് പ്ലെയിൻ ആണോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇനീക്വാലിറ്റി x > 2 എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സിന് ഒറിജിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഒരു ഭാഗത്തുണ്ട്. ഒറിജിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക. y അതിലില്ല, അതുകൊണ്ട് എക്സിന് 0 കൊടുക്കുന്നു. 0 > 2 എന്നാണ് ഉള്ളത്. തെറ്റല്ലേ ഇത്? 0 > 2 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഏത് ഭാഗത്തായിരിക്കും? നമ്മൾ ഒറിജിനുള്ള ഭാഗത്തല്ല, ഒറിജിൻ്റെ ഇല്ലാത്ത ഭാഗം, അതായത് റൈറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമുക്കതിനെ റൈറ്റ് സൈഡിലേക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ കുത്തനെയുള്ള ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിലാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കേണ്ടത്. ഇതാണ് ആ ഷെയ്ഡ് വരുന്ന ഭാഗം. ഈ മൂന്നാമത്തെ ലൈൻ y = 3. y = 3യിൽ നമ്മുടെ ഇനീക്വാലിറ്റി y > 3 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് y > 3യിൽ നമ്മൾ ഒറിജിൻ കൊടുക്കുമ്പോൾ y > 3യിൽ ഒറിജിൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ വൈക്ക് ഞാൻ 0 കൊടുക്കുന്നു, എക്സ് അതിലില്ല, അപ്പോൾ വൈക്ക് 0 കൊടുക്കുന്നു. 0 > 3 എന്നാണുള്ളത്. തീർച്ചയായിട്ടും ഈ ഇനീക്വാലിറ്റി തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തായിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടി വരിക? 0 ഉള്ള ഭാഗത്തല്ല, അതായത് ഇതിന് അപ്പർ ഹാഫും y = 3ക്ക് ഒരു അപ്പർ ഹാഫും ലോവർ ഹാഫും ആണുള്ളത്. 0 ഉള്ളത് ലോവർ ഹാഫിലാണ്. ഒറിജിൻ ഇവിടെയാണ് 0 അല്ലേ, ഒറിജിൻ ഇവിടെയാണ്. അപ്പോൾ 0 എന്നുള്ള വാല്യൂ ഉള്ളത് ലോവർ ഹാഫിലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അപ്പർ ഹാഫാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പർ ഹാഫ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇനി സൂക്ഷിച്ച് നോക്കുക, ഈ 3 ഷെയ്ഡും കൂടി വരുന്ന ഭാഗം, കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഏതാണെന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഭാഗത്താണ് ഈ 3 ഷെയ്ഡും വരുന്ന ഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഭാഗമാണ് നമ്മുടെ
ഏരിയ, സൊല്യൂഷൻ റീജിയൻ. നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഈ ഭാഗമാണ് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ, അത് നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇൻഇക്വാലിറ്റി നമ്മളിവിടെ ഒരുമിച്ച് ഒരു ആക്സിസിലാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ആൻസർ ചെയ്യുമ്പോൾ കാണുന്നത് സെപ്പറേറ്റ് ആക്സിസിൽ ഇത് വരച്ച് കാണിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു സിസ്റ്റം സോൾവ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഒരൊറ്റ ആക്സിസിൽ വരച്ച് അതിൻ്റെ കോമൺ ആയിട്ടുള്ള റീജിയനാണ് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കോമൺ റീജിയൻ ഇതാണ്, ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള റീജിയൻ. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. സോൾവ് ദി സിസ്റ്റം ഓഫ് ഇൻഇക്വാലിറ്റി എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും കൂടുതൽ ഗ്രാഫുകൾ നമുക്കിതിൽ വരക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് വരക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരക്കുന്നു. അതിനുശേഷം ഈ ഓരോരോ ഗ്രാഫായിട്ട് ആ ഒരു ആക്സിസിൽ തന്നെ ആ ഒരു ഗ്രാഫിൽ തന്നെ 3 ഇൻഇക്വാലിറ്റിൻ്റെയും ഗ്രാഫ് നമ്മൾ അതിനകത്ത് തന്നെ പോയിൻറ്റ്സ് അതിനകത്ത് പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഇൻഇക്വാലിറ്റി നോക്കാം. ഇതിലാദ്യത്തെ ഗ്രാഫ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 ആണ്. അപ്പോൾ അതിന് 2 പോയിൻ്റ് വേണം. ആദ്യം നമ്മൾ എക്സ് 0 കൊടുക്കുന്നു. എക്സ് 0 കൊടുക്കുമ്പോൾ 2y ഈക്വൽ ടു 10 കിട്ടും. വൈയുടെ വാല്യൂ 5 കിട്ടും. വൈക്ക് 0 കൊടുക്കുന്നു, അപ്പോൾ എക്സ് ഈക്വൽ ടു 10 കിട്ടും. അപ്പോൾ 2 പോയിൻ്റ് കിട്ടി. ഒന്നാമത്തെ പോയിൻ്റ് 0, 5 ആണ്. 0, 5 എന്ന് പറഞ്ഞാൽ വൈ ആക്സിൽ ഉള്ള പോയിൻ്റാണ്. ഈ പോയിൻ്റാണ് എക്സ് 0 വൈ 5 എന്ന് കിട്ടുന്ന പോയിൻ്റ്. ഇതാണ് കോർഡിനേറ്റ്സ്. പിന്നെ 10, 0 എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് ആക്സിൽ 10, വൈ ആക്സിൽ 0. അപ്പോൾ ഇതാണ് പോയിൻ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു ലൈൻ വരക്കണം. അപ്പോൾ ഇതാണ് ആ ലൈൻ വരിക. 5 കൂടി അതുപോലെ 10 പോകുന്ന ലൈൻ. ഇത് നമുക്ക് ആദ്യത്തെ ലൈൻ ഇതാണ്. ഇനി അടുത്ത ലൈൻ വരക്കാം. അതിന് ആദ്യം നമുക്ക് എല്ലാം വരച്ചതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഷെയ്ഡ് ചെയ്യാം. ഇനി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10ൻ്റെ ഗ്രാഫാണ് വരക്കേണ്ടത്. രണ്ടാമത്തെ ഗ്രാഫ് വരക്കാൻ 2 പോയിൻറ്റ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സിന് 0 കൊടുത്തപ്പോൾ വൈക്ക് 1 കിട്ടി. വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സിന് 1 കിട്ടി. അപ്പോൾ പോയിൻറ്റ്സ് ഒന്ന് 0, 1. ഏതാണ് 0, 1 എന്നുള്ള പോയിൻ്റ്? ഇതാണ് നമ്മുടെ 0, 1 എന്നുള്ള പോയിൻ്റ്. പിന്നെ നമ്മുടെ ഒറിജിൻ ഇവിടെ ഉണ്ട്. ഒറിജിൻ ഇവിടെയാണ് ഒറിജിൻ 0. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ. 0, 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. ഇനി 1, 0 എന്ന് പറയുന്ന പോയിൻ്റ് എക്സിൽ വരുന്ന പോയിൻ്റാണ്. എക്സ് 1ഉം വൈ 0. അപ്പോൾ ഇതാണ് ആ പോയിൻ്റ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരക്കാം. അപ്പോൾ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരക്കുന്നു. 0, 1ഉം 1, 0ഉം കൂടി ജോയിൻ ചെയ്തുകൊണ്ടൊരു ലൈൻ. ഇതാണ് നമ്മുടെ ലൈന്. ഇതാണ് ആ ലൈന്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അടുത്ത ലൈൻ ഒന്ന് ശ്രദ്ധിക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. അതിൽ പോയിൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയ പ്രയാസമുണ്ട്. എങ്ങനെയാണ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ എക്സിന് നോക്കാം. എക്സിന് എക്സ് മൈനസ് വൈ എന്നുള്ള എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0ൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ 2 പോയിൻ്റ് നമുക്ക് വേണം അല്ലേ? ഒരു ഗ്രാഫ് വരക്കാൻ നമുക്ക് 2 പോയിൻ്റ് വേണം. ഞാനിവിടെ എളുപ്പ വഴി പറഞ്ഞെന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് എക്സിന് ഞാൻ 0 കൊടുക്കുന്നു, അപ്പോൾ കിട്ടുന്നത് 0 മൈനസ് വൈ ഈക്വൽ ടു 0. അതായത് മൈനസ് വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് 0 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് വൈ 0 എന്നാണ്. ഇനി വൈക്ക് 0 കൊടുത്താൽ വീണ്ടും എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 0, 0 എന്നുള്ള പോയിൻ്റ് തന്നെ വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 0 കിട്ടും, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 0 കിട്ടും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ ഇവിടെ പ്രയാസമുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈ 0 ആവുന്നതിനർത്ഥം
എക്സിന് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് വൈക്കും കിട്ടുന്നത്. അപ്പോൾ എക്സിന് 1 കൊടുത്താലോ വൈ എന്തായിരിക്കും? വൈ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ എക്സിന് 1ഉം വൈക്ക് 1ഉം കൊടുത്താൽ ഇതിൽ 1 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇക്വേഷൻസിൽ അതായത് എക്സിനും വൈക്കും എക്സിന് വൈ 0 കൊടുക്കുമ്പോൾ വൈ 0 ആകുന്ന കേസിൽ നമുക്ക് മറ്റൊരു നമ്പർ കൊടുത്തിട്ട് വേണം വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. എക്സിന് മറ്റൊരു നമ്പർ കൊടുത്തിട്ട് വേണം വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0, വീണ്ടും വൈക്ക് 0 കൊടുത്താൽ നമുക്ക് എക്സിന് 0 ആണ് പിന്നെയും കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എക്സിന് 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ വൈ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. 1 മൈനസ് 1 ഈക്വൽ ടു 0, 2 മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ 2 കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയും 2 ആയിരിക്കും. അപ്പോൾ എക്സിനും വൈയും കറക്റ്റായിട്ടുള്ള വാല്യൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് കണ്ടുപിടിക്കാൻ ഇതിൽ തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് അത് വളരെ ശ്രദ്ധിക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 0 കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഈസി ആയിട്ട് വൈക്ക് 0 കൊടുക്കുമ്പോൾ മറ്റൊരു നമ്പർ ഇവിടെ കിട്ടില്ല. വീണ്ടും വൈക്ക് 0 കൊടുത്താൽ എക്സിന് 0 തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ മറ്റൊരു നമ്പർ കൊടുക്കുന്നു, എക്സിന് 1 കൊടുക്കുന്നു. അപ്പോൾ വൈക്ക് 1 കിട്ടുന്നു. എക്സിന് വൈക്ക് 1 കൊടുക്കുമ്പോൾ എക്സിന് 1 കിട്ടുന്നു. അപ്പോൾ ഈ 2 പോയിൻറ്റും കൂടി നമുക്ക് ചേർത്ത് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് പോയിൻറ്റിനെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. നമ്മുടെ 0, 0 എന്ന് പറയുന്ന പോയിൻറ്റ് നമ്മുടെ ഒറിജിൻ തന്നെയാണ്. പിന്നെ നമ്മുടെ 1, 1 എന്നുള്ള പോയിൻറ്റ് ഇതാണ്. നമ്മുടെ 1, 1 എന്നുള്ള പോയിൻറ്റ് ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു ലൈന് വരക്കാം. 0, 0യും 1, 1ഉം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ലൈന് വരക്കാം. ഇവിടെയാണ് നമ്മുടെ 1, 1 എന്നുള്ള പോയിൻറ്റ് ഇവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് 1, 1. ഇനി ഇതാണ് നമ്മുടെ ലൈന്. ഇതാണ് ആ ലൈന്. ഇനി അതിൻ്റെ ഷെയ്ഡിങ് എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇന്നീക്വാലിറ്റിയിൽ നമ്മൾ ഒറിജിൻ കൊടുത്തു നോക്കുന്നു. ഒന്നാമത്തെ ഇന്നീക്വാലിറ്റിയുടെ ഒരു ഭാഗത്ത് ഒറിജിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒറിജിൻ ഉള്ളതുകൊണ്ട് ഇതിൽ ഒറിജിൻ കൊടുക്കുമ്പോൾ 0 + 0 ഈ 0 <= 10 കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഒറിജിനുള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് വരുന്നു. അപ്പോൾ ഒന്നാമത്തെ ലൈന് ഇതായിരുന്നു. ഇതിൻ്റെ ഒറിജിനുള്ള ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നു. ചെറുതായിട്ട് കാണിച്ചാൽ മാത്രം മതി ഷെയ്ഡ്. ഇതാണ് നമ്മുടെ ഷെയ്ഡ്. ഇനി രണ്ടാമത്തെ ലൈൻ ഏതാണ്? ഇതിൽ രണ്ടാമത്തെ ലൈൻ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൈൻ ഇതല്ലേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൈൻ. ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഷെയ്ഡ് എന്ന് നോക്കാം. അതിൽ നമ്മൾ x + y = 1 > 1 എക്സിനും വൈക്കും 0 കൊടുക്കുന്നു. അതായത് ഒറിജിൻ അതിൽ കൊടുക്കുന്നു. 0 + 0 0 > 1 ആണ് കിട്ടുക. 0 > 1 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. തെറ്റാവുക എന്ന് പറഞ്ഞാൽ 0 ഉള്ള ഭാഗത്തല്ല അതിൻ്റെ ഷെയ്ഡ് വരുന്നത്, അതിൻ്റെ അപ്പർ റീജിയനിലാണ് ഷെയ്ഡ് വരുന്നത്. അതായത് 0 ഉള്ള ഭാഗം താഴെ ഭാഗമാണ്. ഇവിടെയാണ് 0 ഉള്ള ഭാഗം താഴെയാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് ഷെയ്ഡ് വേണ്ടത്. അപ്പോൾ ഷെയ്ഡ് നമുക്ക് മുകളിലത്തെ ഭാഗത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഷെയ്ഡ് മുകളിലേക്ക് വന്നു. ഇനി മൂന്നാമത്തെ ലൈനാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അത് പോയിൻ്റ് എടുക്കുമ്പോഴും നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മൂന്നാമത്തെ ലൈനിൽ ഒറിജിനിലൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒറിജിൻ വെച്ചിട്ട് അതിനെ ഒരിക്കലും അതിൻ്റെ റീജിയൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. ഒറിജിൻ നമ്മൾ അതിൽ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? എക്സിന് 0 കൊടുക്കുന്നു, വൈ 0 കൊടുക്കുന്നു, 0 = 0. അതായത് ഈ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് ഒറിജിൻ ഉള്ളത്. അപ്പോൾ ഈ ഒറിജിൻ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഈ ലൈനിൻ്റെ ഒന്നുകിൽ അപ്പർ സൈഡിൽ അല്ലെങ്കിൽ ലോവർ സൈഡിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുന്നു. നമുക്ക് ഈ പോയിൻ്റ് എടുക്കാം. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? 1, 0. അപ്പം നമ്മൾ ആ 1, 0 വെച്ചിട്ട് ആ ഇക്വേഷനെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് x - y <= 0 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് 1, 0 ആണ്. അതായത് 1, 0 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എക്സിന് ഞാൻ 1 കൊടുക്കുന്നു, വൈക്ക് 0 കൊടുക്കുന്നു, <= 0 എന്ന് കൊടുക്കുന്നു. 1 - 0 1 ആണ്. 1 <= 0. ഈ ഇൻഇക്വാലിറ്റി ശരിയാണോ തെറ്റാണോ ഒന്ന് ആലോചിച്ച് നോക്കുക. 1 <= 0 എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. കാരണം 1 0-നേക്കാളും വലുതാണ്. അപ്പോൾ <= 0 എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. അപ്പോൾ ഈ തെറ്റായതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇത് തെറ്റാണ് അല്ലേ.
തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ 10 ഉള്ള ഭാഗത്തല്ല അതിൻ്റെ സൊല്യൂഷൻ. 10 ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് നമ്മളിപ്പം നോക്കിയത്. ഇതിൻ്റെ ഈ ഭാഗത്താണ് 10 ഉള്ളത്. അപ്പോൾ 10 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ലോവർ ഹാഫ് പ്ലെയിനിലല്ല സൊല്യൂഷൻ ഉള്ളത്. ഏതാണ്? അപ്പർ ഹാഫ് പ്ലെയിനിലാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വരുന്ന റീജിയൻ ഏതാണ്? അപ്പർ ഹാഫ് പ്ലെയിനാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്ന റീജിയൻ. അപ്പോൾ ഈ സൈഡായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ വരുന്ന റീജിയൻ. ഇനി നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം, ഈ എല്ലാ റീജിയനും കൂടി ചേരുന്ന ഭാഗം എവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് ചോദ്യത്തിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് തന്നെ ആയിരിക്കണം ആ റീജിയൻ എന്നാണ് എൻ്റെ അർത്ഥം. എക്സും വൈയും പോസിറ്റീവ് ആകുന്ന റീജിയൻ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ 3 ഇന്നീക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ, അതാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ അതേതായിരിക്കും? അത് നമ്മുടെ ഈ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഫോമിലുള്ള ഈ റീജിയനാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ ഈ റീജിയനാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നു. ഈ റീജിയനെ നമുക്കിതിൻ്റെ സൊല്യൂഷൻ റീജിയനായിട്ട് പറയാം. അതായത് ഒന്നാമത്തെ ലൈനിൻ്റെ താഴത്തെ ഭാഗം, രണ്ടാമത്തെ ലൈനിൻ്റെ മുകളിലത്തെ ഭാഗം, മൂന്നാമത്തെ ലൈനിൻ്റെ മുകളിലത്തെ ഭാഗം. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഭാഗം, അതാണിത് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സൊല്യൂഷൻ റീജിയനെ അടയാളപ്പെടുത്താം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇക്വേഷനാണ് പല കുട്ടികളും തെറ്റിക്കാറ്. അതായത് അതിനെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ, അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഏത് ഭാഗത്താണ്, അപ്പർ സൈഡിലാണോ ലോവർ സൈഡിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഒറിജിനാണ്. പക്ഷേ ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനായതുകൊണ്ട് ഒറിജിൻ ഉപയോഗിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കണം? ആ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു പോയിൻ്റ് എടുക്കുക. നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റ് സെലക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. നന്നായിട്ട് നീറ്റായിട്ട് വരച്ച് പഠിക്കുക. ഈ പ്രത്യേകം ഇതുപോലത്തെ ലൈനിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. സോൾവ് ദി ഇന്നീക്വാലിറ്റി ഗ്രാഫിക്കലി. അപ്പോൾ അവിടെയും നമുക്ക് 3 ഗ്രാഫ് വരക്കാനുണ്ട്. അതായത് ആദ്യത്തെ ഗ്രാഫ് ഇതാണ്, രണ്ടാമത്തത്, മൂന്നാമത്. ആദ്യത്തെ ഗ്രാഫിലെ പോയിൻറ്റ്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. 4x + 3y = 60 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y കിട്ടുന്നത് 20 ആണ്. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് കിട്ടുന്നത് 50. നമുക്ക് 2 പോയിൻ്റ് കിട്ടി, 0, 20 ആൻഡ് 15, 0. 0, 20 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലുള്ള 20 അല്ല വൈ ആക്സിലുള്ള 20 ആണ്. അപ്പോൾ നമുക്കതിനെ 0, 20 ഇവിടെയാണ്, ഇതാണ് 0, 20. ഇതും പിന്നെ ഏതാ പോയിൻ്റ്? 15, 0. ഈ പോയിൻറ്റും കൂടി ചേർത്തിട്ട് ഒരു ലൈൻ വരക്കണം. അപ്പോൾ നമുക്കതിൽ 0, 20യും 15, 0യും കൂടി ചേർത്തിട്ടൊരു ലൈൻ നമുക്ക് വരക്കാം. ഇതാണ് നമ്മുടെ ലൈൻ. ഇനി രണ്ടാമത്തെ ലൈൻ എന്ന് പറയുമ്പം y = 2x ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷനാണിത്. y = 2x. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്താൽ വൈക്ക് 0 കിട്ടും. വീണ്ടും വൈക്ക് ഇവിടെ 0 കൊടുത്താൽ എക്സ് 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഒരു പോയിൻ്റേ കിട്ടുള്ളൂ. അപ്പോൾ ലൈന് വരക്കണമെങ്കിൽ നമുക്ക് 2 പോയിൻ്റ് വേണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനിലൂടെ പോകുന്ന ലൈൻസ് ആയിരിക്കും അത്. അത്തരത്തിലുള്ള ലൈൻസിനാണ് നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 0 കിട്ടുന്നത്. അതായത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ അതിന് മറ്റൊരു പോയിൻ്റ് കിട്ടാൻ ഞാൻ എക്സിന് അല്ലെങ്കിൽ വൈക്ക് 0 അല്ലാത്തൊരു വാല്യൂ കൊടുത്താലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ വൈക്ക് ഞാൻ 20 കൊടുത്താൽ എക്സിന് എന്ത് കിട്ടും? 10 കിട്ടും. അല്ലെങ്കിൽ എക്സിന് 10 കൊടുത്താൽ വൈക്ക് 20 കിട്ടും. അപ്പോൾ 10, 20 എന്ന് പറയുന്ന മറ്റൊരു പോയിൻ്റ് കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയുള്ള പോലത്തെ ഈസി മെത്തേഡിൽ വൈക്ക് 0 കൊടുത്ത് മറ്റൊരു വാല്യൂ എക്സിന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ നമുക്ക് ശരിയാവില്ല. എക്സിന് 10 കൊടുക്കുക, വൈക്ക് അപ്പോൾ 20 കിട്ടും. അതിനാൽ എക്സും വൈയും y = 2x എന്നാണ് ഇക്വേഷൻ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനായിരിക്കും. അപ്പോൾ നമ്മൾ 0, 0 എന്നുള്ള പോയിൻ്റ് ഒറിജിനാണ്. മറ്റൊരു പോയിൻ്റ് 10, 20 ആണ്. 10, 20 എവിടെയാണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എക്സ് 10ഉം വൈ 20യും. അപ്പോൾ ആ പോയിൻറ്റിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതായിരിക്കും ആ പോയിൻ്റ്.
x10 y20 ആയിട്ടുള്ള പോയിൻ്റ്, നമ്മുടെ പോയിൻ്റ് ഇതാണ് x10 y20. അപ്പോൾ ആ പോയിൻറ്റിനെ നമുക്കൊന്ന് ഒറിജിനെയും ഒന്ന് യോജിപ്പിക്കാം. ഒറിജിനും ആ പോയിൻറ്റും കൂടി നമ്മളൊന്ന് യോജിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫ്. അതായത് y=2x ഗ്രാഫാണിപ്പോൾ വരച്ചിട്ടുള്ളത്. ഇനി x=3യുടെ ഗ്രാഫ് വരക്കണം. ഇവിടെയും x=3 എന്നുള്ള ഗ്രാഫിൽ x ഓൾവേസ് 3 ആണ്. അപ്പോൾ 3 എന്നുള്ള വാല്യൂ എക്സിന് ഞാൻ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. വൈക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. പക്ഷേ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ആക്സിസിൽ എന്താണ് ആക്സിസിലെ വാല്യൂസ് ഇങ്ങനെ എടുത്തത് 5, 10, 20 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, 15, 20. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ പോയിൻ്റ് എടുത്താൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ x3 ആകുമ്പോൾ y 10 ആണ്. 3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 0നും 5നും അടക്കെടുക്കാം. 3 എന്ന് പറയുന്ന വാല്യൂ സംവെയർ ഹിയർ ആണ് 3 വരിക, അല്ലേ? 3 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ടാവും. അപ്പോൾ x3 ആകുമ്പോൾ ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്രാഫ് പേപ്പർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഏകദേശം ആ 3നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. x3 ആകുമ്പോൾ y 10 ആണ്. അപ്പോൾ y 10 എന്ന് പറയുമ്പോൾ ഇതാണ് ആ പോയിൻ്റ്, y 10 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ അതിന് നമുക്ക് മാർക്ക് ചെയ്തു 310. ഇനി 320 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് x3 ആകുമ്പോൾ y20 ആണ്. അപ്പോൾ അതേ ഉയരത്തിൽ തന്നെ നമുക്ക് അതേ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ പോയിൻ്റ്, വെർട്ടിക്കൽ ലൈനാണ് നമുക്കപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ 2 പോയിൻറ്റ്സ് യോജിപ്പിച്ചുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. x=3യിൽ കൂടി വെർട്ടിക്കൽ ലൈനാണ് നമ്മൾ വരക്കുന്നത്. x=3യിലേക്ക് കൂടി ഒന്നുകൂടി നീറ്റാക്കിയിട്ട് വരക്കാം. x=3യിൽ കൂടി വെർട്ടിക്കൽ ലൈൻ, x=3യിൽ കൂടി വരക്കുന്നു. ഒരു വെർട്ടിക്കൽ ലൈനാണ്. ഇതാണ് നമ്മുടെ ലൈൻ x=3. അപ്പോൾ 3 ഗ്രാഫുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഷെയ്ഡഡ് പോർഷൻ എവിടെയാണ് വരുന്നത് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. x+3y < 60. അവിടെ നമ്മൾ എക്സിനും വൈക്കും ഒറിജിനുള്ള വാല്യൂസ് 0, 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0 < 60 എന്ന് കിട്ടും, അല്ലേ? 0 < 60 എന്ന് പറഞ്ഞാൽ 0 < 60 എന്ന് പറയുമ്പോൾ അത് കറക്റ്റാണ്, ആ ഇൻഈക്വാലിറ്റി. അപ്പോൾ ഏത് ഭാഗത്തായിരിക്കും നമ്മുടെ ഷെയ്ഡ് വരുന്നത്? ഒറിജിനുള്ള ഭാഗത്ത്. അപ്പോൾ ഒന്നാമത്തെ ലൈനിലുള്ള ഷെയ്ഡ് നമുക്ക് ഒറിജിനുള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാം. y=2x എന്നുള്ള ഗ്രാഫിൻ്റെ സൊല്യൂഷൻ റീജിയൻ കാണാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ അത് ഒറിജിനിലൂടെ പോകുന്ന ലൈനായതുകൊണ്ട് മറ്റൊരു പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്കത് 50 എന്നുള്ള പോയിൻ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പം y > 2x ഒന്ന് നമുക്കതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ എടുക്കുന്ന പോയിൻ്റ് 50 ആണ്. 50 എന്നുള്ള പോയിൻ്റ് എടുക്കുന്നു. അപ്പോൾ എക്സിന് 5 എന്നും വൈക്ക് 0 കൊടുക്കുന്നു. 0 > 2 × 5, അതായത് 0 > 10 ആണ്. 10നേക്കാളും വലുതാണ് 0 എന്നാണ് പറയുന്നത്, അല്ലേ? 10നേക്കാളും ഗ്രേറ്റർ ആണ് 0. തെറ്റല്ലേ? ആ ഇൻഈക്വാലിറ്റി ഇത് തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഏത് ഭാഗത്തല്ല? 50 എന്ന പോയിൻറ്റിൻ്റെ ഭാഗത്തല്ല. 50 എന്ന് പറയുന്ന പോയിൻ്റ് ഈ പോയിൻ്റാണ്. അപ്പോൾ ഈ സൈഡിലല്ല അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത്, അപ്പർ സൈഡിലാണ്. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ റീജിയനെ മുകളിലേക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത്. ഇതാണ് നമ്മളതിൻ്റെ സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ ഇക്വേഷൻ x=3. x=3യുടെ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. x > 3 എന്നാണ് ആ ഇൻഈക്വാലിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഒറിജിൻ കൊടുത്തു നോക്കാം. ഒറിജിൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0, അതായത് x > 3യിൽ ഒറിജിൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുക്കുന്നു. 0 > 3, 0 3യേക്കാൾ വലുതെന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റാണ്, ആ ഇൻഈക്വാലിറ്റിയും അവിടെ തെറ്റാണ്. അപ്പോൾ നമ്മൾ 50 എന്നുള്ള ഒറിജിനുള്ള ഭാഗത്തല്ല അതിൻ്റെ സൊല്യൂഷൻ. ഒറിജിനുള്ള ഭാഗം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാഫാണ്, നമ്മൾ എടുക്കുന്നത് റൈറ്റ് ഹാഫ് എടുക്കണം. അപ്പോൾ ഈ ഭാഗത്താണ് അതിൻ്റെ സൊല്യൂഷൻ വരിക. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത് ഈ.
ഇനി നന്നായിട്ട് ഈ ചിത്രത്തെ ഒബ്സർവ് ചെയ്യുക. ഈ 3 റീജിയനും ഒരുമിച്ച് വരുന്ന ഭാഗം അത് ഈ നടുക്കുള്ള ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ നമ്മളതിനെ ഒന്ന് ആ നടുക്കുള്ള ട്രയാങ്കിളിനെ മാത്രം ഒന്ന് നീറ്റായിട്ട് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ ഈ റീജിയനാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. നടുക്കുള്ള ട്രയാങ്കിളിൻ്റെ റീജിയനാണ് സൊല്യൂഷൻ റീജിയനായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കും, പ്രത്യേകം ഷെയ്ഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ ആ റീജിയനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കും. ട്രയാങ്കുലർ റീജിയൻ മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇത് 3ഉം കൂടി ഒന്നിച്ച് വരുന്ന റീജിയനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ആ നടുക്ക് വരുന്ന ട്രയാങ്കുലർ റീജിയനാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ഓരോ ചിത്രവും ലാസ്റ്റിലെ ഭാഗത്തെത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഷെയ്ഡ് ചെയ്യണം. അത് എല്ലാ ഇന്നീക്വാളിറ്റിയും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയനാണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അതുപോലെ ഗ്രാഫൊക്കെ എല്ലാം ഒരുമിച്ച് ഒരൊറ്റ ആക്സിസിലായിരിക്കണം ഗ്രാഫ് വരക്കേണ്ടത്. സെപ്പറേറ്റ് ഒരിക്കലും വരക്കാൻ പാടില്ല. പല കുട്ടികളും എക്സാമിന് വരുത്തുന്ന ഒരു തെറ്റാണ് സെപ്പറേറ്റ് വരക്കൽ. അത് സിംഗിളായിട്ടൊരു ഇന്നീക്വാളിറ്റി ചോദിച്ചാൽ മാത്രമേ നമ്മൾ സെപ്പറേറ്റ് വരക്കാവൂ. ഇത് ഒരൊറ്റ ആക്സിസിലാണ് ഈ 3 അല്ലെങ്കിൽ എത്രയാണോ അതിൽ ഇന്നീക്വാളിറ്റി പറഞ്ഞ എല്ലാ ഇന്നീക്വാളിറ്റീസിൻ്റെയും സൊല്യൂഷൻസ് നമ്മൾ ഒറ്റയൊന്നിലാണ് നമ്മൾ ഷെയ്ഡ് ആക്കേണ്ടത്. എന്നിട്ട് കോമൺ റീജിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായി ചെയ്യണം.